ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ഒരു മധുരത്തിന്റെ റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നമ്മൾ തേങ്ങ വെച്ചിട്ട് പുറത്ത് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഈ ചോക്ലേറ്റ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തേങ്ങ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കുക. അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് കിട്ടുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കിട്ടാനില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോസൺ തേങ്ങ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ഇനിയിപ്പോൾ ഫ്രോസൺ തേങ്ങ കിട്ടാനില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് നമുക്ക് പാക്കറ്റിൽ വരുന്ന ഡ്രൈ ആയിട്ടുള്ള തേങ്ങ കിട്ടില്ലേ, അങ്ങനത്തെ തേങ്ങ ആയിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ മധുരം ചേർക്കാത്ത തേങ്ങയാണ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ മാത്രമേ ചേർക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കാരണം വേറെ ഓയിൽ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മുടെ ചോക്ലേറ്റ് റെഡി ആയിട്ട് കിട്ടില്ല, ആ ചോക്ലേറ്റ് ഹാർഡായിട്ട് വരില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരാമല്ലോ. അപ്പോൾ ഇതേപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കി നോക്കാം. ഈ പ്രാവശ്യം ക്രിസ്മസിന് ചോക്ലേറ്റ് കടയിൽ നിന്ന് വാങ്ങണ്ട കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. കാണാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടില്ല. അപ്പോൾ നമുക്കൊട്ട് സമയം കളഞ്ഞിട്ട് നാളെ ചോക്ലേറ്റ് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഈ തേങ്ങയുടെ ഉള്ളിൽ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, ആ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. വറുത്ത പോലെയല്ല കേട്ടോ എടുക്കണത്, ജസ്റ്റ് തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ പോലെ കിട്ടുമല്ലോ, അതേപോലെ ആക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതേപോലത്തെ തേങ്ങ നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, അങ്ങനത്തെ തേങ്ങ ആയിരുന്നാലും കുഴപ്പമില്ല. മറ്റേ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അതിനകത്ത് ഓൾറെഡി മധുരം ചേർത്തിട്ടുണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനത്തെ തേങ്ങേനേക്കാളും നല്ലത് ഇപ്പോൾ കടയിൽ പാക്കറ്റിൽ ഇവിടെ ഞാൻ കടയിലേക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ തേങ്ങ ആയിരുന്നാലും കുഴപ്പമില്ല. അത് ഈ വെള്ളം ഒന്ന് വലിഞ്ഞതൊന്ന് ഡ്രൈ ആയാൽ മാത്രമേ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് കറക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൊടിഞ്ഞ് കിട്ടില്ലല്ലോ, ഇങ്ങനെ ചെറുതായിട്ട് അരഞ്ഞ പോലെ വരുമല്ലോ. അങ്ങനെ വരാതിരിക്കാൻ ഫസ്റ്റ് നമ്മൾ ചൂടാക്കുന്നത്. അത് നമ്മൾ ഓയിലോ നെയ്യോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിവിടെ അങ്ങനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈ തേങ്ങയുടെ കളർ മാറും കേട്ടോ. ഞാൻ നോക്കിക്കേ, ഇപ്പം അത് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. കുറേ നേരം ഇട്ടിട്ട് അടിക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കുക, അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഇത് ഒറ്റ ട്രിപ്പായിട്ട് ഇടണ്ട, മിക്സിയുടെ ജാറിലേക്ക് 2 ട്രിപ്പായിട്ട് ഇട്ടാൽ മതി. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കാം. അതൊഴികെ ഇപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തത് ചേർക്കേണ്ടത് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് നമുക്ക് വീട്ടിൽ ഭയങ്കര ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടൻസ് മിൽക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയിക്കൂടി 2 കൂട്ടം സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. പാലും വേണം, പഞ്ചസാരയും വേണം. അപ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് പാൽ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കുക. എന്നിട്ട് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് ഈ കണ്ടൻസ് മിൽക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത്രയിൽ നമ്മളാക്കിയിട്ട് കൊണ്ടുവരണം. പിന്നെ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, ഭയങ്കര തിക്കായി പോകരുത്. ഭയങ്കര തിക്കായി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മൾ ആ കണ്ടൻസ് മിൽക്കിൻ്റെ പോലെ നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കണ്ടൻസ് മിൽക്കിൻ്റെ ആ ലിങ്കും കൂടിയിട്ട് ഇടാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂട്യൂബിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ മതി, മിയ കിച്ചൻ കണ്ടൻസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചാണ് കണ്ടൻസ് മിൽക്കായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ എടുക്കുമ്പോഴായിരുന്നാലും അങ്ങനെ കറക്റ്റായിട്ട് ഒരളവ് ഞാൻ പറയണില്ല. കാരണം ഇതേപോലെ തേങ്ങ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ട് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടാൻ വേണ്ടി പറ്റുന്ന ഒരു പാകത്തിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തേങ്ങ കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കുക. ഒറ്റയടി കണ്ടൻസ് മിൽക്ക് ചേർക്കരുത്. കാരണം കണ്ടൻസ് മിൽക്ക് ഭയങ്കര കൂടി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് നിങ്ങൾ തേങ്ങ ഇതേപോലെയൊക്കെ ചെയ്ത് രണ്ടാമത് ചേർക്കേണ്ടി വരും. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കുക. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കണം. ഒരുപാട് കണ്ടൻസ് മിൽക്ക് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ആദ്യം കുറച്ച് ചേർക്കാം.
ഇതാ. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഞാൻ കഴിച്ചോട്ടെ കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്, നല്ല മധുരമുണ്ട്. കണ്ടൻസ് മിൽക്കിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട്, ഒരു ഇച്ചിരി കൂടി ഞാൻ ചേർക്കണുണ്ട്. ഒരുപാട് അങ്ങോട്ട് കൂടുതൽ ചേർക്കണ്ടേ, കുറച്ചും കൂടി ചേർത്താലും നമുക്കത് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ടോ. ആദ്യം എടുത്തതും കറക്റ്റായിരുന്നു, പക്ഷേ മധുരം കുറവായിരുന്നു. നോക്കിക്കേ, ഇതെല്ലാവരും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് എനിക്ക് 15 ബോളായിട്ടാണ് കിട്ടിയത്. പിന്നെ കണ്ടൻസ് മിൽക്ക് ആയിരുന്നാലും ഞാനിവിടെ എടുത്തത് ഇതാ 14 ഔൺസിൻ്റെ ഒരു ക്യാനായിരുന്നു, 397 ഗ്രാമിൻ്റെ ക്യാനായിരുന്നു. ഓക്കെ, ആ ക്യാനിൽ നിന്ന് ഇത്രയ്ക്കാണ് എടുത്തത്. അര എടുത്തിട്ടില്ല, അരേനേക്കാളും കുറച്ച് കുറവാണ് എടുത്തേക്കുന്നത്, കണ്ട. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഇതിന് നമുക്കൊരു ചോക്ലേറ്റിൻ്റെ കോട്ടിങ് കൊടുക്കണമല്ലോ, എന്നാൽ മാത്രമല്ലേ നമ്മുടെ ചോക്ലേറ്റ് ക്യാൻഡി ആവുള്ളൂ. അപ്പോൾ അതിനായിരുന്നാലും ഒരു കറക്റ്റ് ഇത്രയ്ക്ക് ഒരു അളവ് ഞാൻ പറയുന്നില്ല. നിങ്ങളപ്പോൾ ഒരു 2 പാക്കറ്റ്, 2 അല്ലെങ്കിൽ 3 പാക്കറ്റ് ചോക്ലേറ്റ് എടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇത് നമ്മൾ മെൽറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ചോക്ലേറ്റ് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വയ്ക്കുക. ഇത് ചില്ലിൻ്റെ പാത്രം, പക്ഷേ ഇത് കുഴപ്പമില്ല, അത് നമുക്ക് നല്ല കട്ടിയുള്ളത്, നമ്മൾ വെള്ളത്തിലല്ലേ വയ്ക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കാതിട്ട് ഈ ചോക്ലേറ്റിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ബാറാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോക്ലേറ്റ് ബാറിലേക്ക് ആ ചോക്ലേറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ പിന്നെ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കിയേ, നമ്മുടെ ചോക്ലേറ്റ് എല്ലാവരും മെൽറ്റായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. വേറെ ഓയിൽ ചേർക്കരുത്, വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. പിന്നെ ഉണ്ടല്ലോ ഈ ചോക്ലേറ്റ് നോക്കിക്കേ, ഇത് നമ്മളിപ്പോൾ ഇത് മെൽറ്റായി കഴിഞ്ഞാലും ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ചോക്ലേറ്റ് ബാറാണ് ചിലപ്പോൾ നിങ്ങൾ ചൂടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ ഇത്രയ്ക്കാണ്ട് തിക്കായിട്ട് ഇരിക്കില്ല, കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതായിരിക്കും. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ചിലപ്പോൾ നമ്മൾ എടുക്കണ ചോക്ലേറ്റിലെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ ഇത് മെൽറ്റായി കഴിയുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കും. അപ്പോൾ നമ്മുടെ ഡിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കി ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് തണുത്താൽ മതി. നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു നല്ലൊരു തണുപ്പ് പോലെ തോന്നിയാൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 20 മിനിറ്റ് ആട്ടോ, ഫ്രീസറിലല്ല വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഒന്നുകൂടി കയ്യിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും അതേപോലെ ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക, ഇതേപോലെ. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഒന്നുകൂടി ഒന്ന് ഉരുട്ടി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ ചൂടാറിയിട്ട് വേണം ഇതിലേക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഓരോ ബോൾ എടുത്തിട്ട് നമ്മൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോക്കിക്കേ ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു പാച്ച്മെൻറ്റ് പേപ്പറിലേക്ക് ഇടാം. അപ്പോൾ അങ്ങനത്തെ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കവറോ പ്ലാസ്റ്റിക് റാപ്പറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കവറിലേക്ക് വെച്ചാൽ മതി. അതിങ്ങനെ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തേലേക്ക് വെക്കുന്നത് നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മുടെ പിന്നെ നമുക്ക് വേണ്ടത് 2 ഫോർക്ക് വേണം കേട്ടോ. 2 ഫോർക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോൾ എടുക്കാം. ഈ ബോൾ നമുക്ക് നമ്മുടെ ചോക്ലേറ്റിലേക്ക് ഇടാം. എന്നിട്ട് ഇത് നമ്മൾ സ്പൂൺ വെച്ചിട്ടല്ല കേട്ടോ ചെയ്യേണ്ടത്, കാരണം ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇത് നമ്മളിങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴുണ്ടല്ലോ, ഫോർക്കൊക്കെ ആകുമ്പോൾ ഈ വിടവുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ബാക്കിയുള്ള ചോക്ലേറ്റ് പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മളിതിലേക്ക് ഡിപ്പ് ചെയ്തു സൂക്ഷിച്ചെടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് ഈ ബാക്കി വരുന്ന ചോക്ലേറ്റ് ഇതേപോലെ സൈഡിൽ ഇങ്ങനെ കാണിച്ചിട്ട് അതിങ്ങനെ കളയാം. അത് ഫോർക്ക് വെച്ചിട്ട് നമ്മൾ പൊന്തിച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോർക്ക് നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് കൊള്ളരുത് കേട്ടോ.
ബാക്കിയുള്ളതൊക്കെ നമ്മളിത് ഇങ്ങനെ കളയാം. ഇത് നമ്മളിവിടെ നമ്മുടെ ബട്ടർ പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതിലേക്ക് വയ്ക്കാം. കളഞ്ഞിട്ട് വേണം നമ്മുടെ ബട്ടർ പേപ്പറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എല്ലാവരും ഇതേപോലെ ഇങ്ങനെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് ഒരു കോട്ടിങ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചോക്ലേറ്റ് നല്ല എന്താ പറയുക, നല്ല ഹാർഡായിട്ട് വരും. ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അനക്കാണ്ട് കൊണ്ടുപോയിട്ട് ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതെങ്ങാനും ഇരുന്നിട്ട് കട്ടയായി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇത് ഇരുന്നിട്ടൊന്ന് കട്ടയായിട്ടുണ്ട് കേട്ടോ, കാരണം ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണല്ലോ. ഓക്കെ, ഞാനപ്പോൾ ഇതൊന്നുകൂടി മാറ്റിയിട്ട് ഒന്നുകൂടി ചൂടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ആ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഞാൻ ഒന്നും കൂടി ആവിയിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ അത് ഭയങ്കര തിക്കായിട്ടിരിക്കുമായിരുന്നല്ലോ. പിന്നെ നിങ്ങൾ എങ്ങാനും ഇത് നമ്മൾ ചോക്ലേറ്റിൽ നമ്മൾ മറ്റേ അത് ഡിപ്പ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ചിലപ്പോൾ അവസാനമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ തന്നെ ഭയങ്കര ഹാർഡായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ആവിയിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ ചൂടാറി കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ സമയം കൂടുതൽ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് ചിലപ്പോൾ തിക്കാവും. അപ്പോൾ അത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മെൽറ്റായിക്കോളും. പിന്നെ നിങ്ങളത് ചൂടാക്കുന്ന സമയത്ത് എങ്ങാനും കുറച്ചും കൂടി ഭയങ്കര തിക്കായിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർത്തോ. ഇത് ഞാനിപ്പോൾ ചൂടാക്കിയപ്പോൾ ആദ്യത്തെ അത്രയ്ക്ക് അങ്ങോട്ട് ലൂസായി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ രണ്ടാമതും ചേർത്തിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായിട്ടുണ്ട്. പെട്ടെന്ന് സെറ്റാവും കേട്ടോ. ഈ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് കുറച്ചും കൂടി പെട്ടെന്ന് സെറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല. ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് സെറ്റായി കിട്ടും. ഫ്രീസറിൽ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റായി കഴിയുമ്പോൾ തന്നെ എടുക്കണം കേട്ടോ. പിന്നെ കുറേ നേരം വെക്കരുത്. ഫ്രീസറിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റിനുള്ളിൽ റെഡിയാവും. ഫ്രിഡ്ജിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റിനുള്ളിൽ. അത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. വേണ്ട, ഇതിൻ്റെ ഈ കോട്ടിങ്ങൊക്കെ ഇതുമ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് ഈ എക്സ്ട്രാ വരുന്നുണ്ടല്ലോ, ഇതൊക്കെ നമുക്കിതാ ഇതേപോലെ പതുക്കെ ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ച് മാറ്റാം. ഇതിനെ നമുക്കൊരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരാം. കത്തി വെച്ചിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ബാക്കി എക്സ്ട്രാ വരുന്നത് അതേപോലെ മാറ്റി നല്ല ഭംഗിയാക്കാം. കണ്ടില്ലേ, നല്ല ഫിനിഷിങ് വന്നിട്ടില്ലേ. കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് ചെറുതായിട്ടൊരു ഡിസൈൻ പോലെ കൊടുക്കാം. ഒരു ചെറിയൊരു കത്തിരിക്ക വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ടാൽ മതി. ഭയങ്കര കുഞ്ഞിത്. അപ്പോൾ നമ്മൾ ആ ചോക്ലേറ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അതിന് ചെറുതായിട്ട് നമ്മളൊരു കട്ട് ചെയ്യുമല്ലോ, ചെറുതായിട്ടൊരു ഓട്ട ഇടുമ്പോൾ ഭയങ്കര കുഞ്ഞിതായിട്ട് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റുമ്മ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ബാക്കി എല്ലാത്തമ്മയും വെച്ചാൽ മതി. കാരണം അതിങ്ങനെ ഭയങ്കര തിക്കായിട്ട് വീഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ തേങ്ങയുടെ പൊടി ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് നോക്കാം. ഞാൻ കട്ട് ചെയ്യട്ടെ കേട്ടോ.
നോക്കിക്കേ, ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കേ, ഇതിൻ്റെ പുറത്തായിരുന്നാലും നമുക്ക് ചോക്ലേറ്റിൻ്റെ നല്ല തിക്ക് കോട്ടിങ് കിട്ടിയിട്ടുണ്ട്. കേട്ടോ, അടുത്ത പീസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ക്രിസ്മസ് ഒക്കെ വരാണല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ചോക്ലേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം.